തരുന്ന ആളുകൾക്ക് വിശ്വാസം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു കാര്യം കിട്ടുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നെഗറ്റീവായിട്ട് എടുക്കാൻ പാടില്ല. ഏതൊരു കാര്യത്തിലും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് കേൾക്കണം, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ഉള്ളതിനെ പോസിറ്റീവായിട്ട് കാണണം. ഏതൊരു വിഷയം കിട്ടുമ്പോഴും അതിനെ നെവറായിട്ട് ചിന്തിക്കണം. അൽഹംദുലില്ലാഹ് മീറ്റിങ്ങിൽ കുറേ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ച് സമയം പോയതറിയില്ല. 11:30 നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അൽഹംദുലില്ലാഹ് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. നമ്മുടെ ഹാജിരിപ്പ, ഞാൻ ഹാജിരിപ്പ എന്നാണ് വിളിക്കുന്നത്. ഹാജിരിപ്പ വരും തന്നെ. അതേപോലെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റപ്പാലത്ത് നമ്മളെ മുസ്തഫ ഹാജി അവർ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഹാജിരിപ്പ എന്ന് വിളിക്കുന്നത്. എല്ലാ വിഷയത്തിലും നമുക്ക് താങ്ങും തോന്നല്ലോ. അതേപോലെ കുറേ ആളുകൾ നമ്മുടെ സ്വാതന്ത്ര്യദിന വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ ഞാൻ മറക്കൂല, 100ഉം 50ഉം ഒക്കെ തന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കണം. ഞാൻ നേരത്തെ വിഷയങ്ങൾ സംസാരിച്ച് കൊടുത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറക്കൂല. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കുന്ന ആളുകൾ നമ്മൾ ഒരിക്കലും മറക്കൂല. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ മക്കാമിൽ പോണ സമയത്തൊക്കെ അവിടുന്ന് അമ്പമൊന്നിൽ പോകുമ്പോൾ, അമ്പമൊന്നൊന്നും ചെറുതല്ല, അമ്പമൊന്നൊന്നും ചെറുതല്ല. അവരൊക്കെ അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. നമ്മൾ കേട്ടുകേൾവിയാണ്, നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. അതിനെപ്പറ്റി പഠിക്കണം. അമ്പമൊന്നൊന്നും ചില്ലറയല്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞാൽ അതിനവിടുന്ന് കിട്ടും ഉറപ്പാണ്. നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികളോടാണെങ്കിലും നമ്മുടെ സമീപനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, സംസാരങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എഫക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എഫക്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് കൊണ്ട് നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. പോസിറ്റീവായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപനങ്ങൾ നമ്മൾ എന്താക്കണം, കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി അതിൽ കിടക്കല്ല. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഭക്ഷണം ഒരുപാട് ആളുകൾ തന്നിട്ടില്ല. ഇവരാണ് മൊത്തം 60 പേർക്കുള്ള ഭക്ഷണം. പായസം, ഗോതമ്പ് പായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സേമിയ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊരു ഹദിയ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തരൂലാറില്ല കുട്ടികൾക്ക്. അത്ര കുട്ടികളൊക്കെ ഞാൻ കുറിച്ച് വരാറില്ല. അതേപോലെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ സന്തോഷങ്ങളൊക്കെ അവരെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ചോളി. ഇപ്പൊ നമ്മൾ ചിന്തിക്കാത്തത് അവർ ചിന്തിക്കുക. ചിന്ത വരണമെന്നുണ്ടെങ്കിൽ ആ ചിന്ത എവിടെ ഉണ്ടാവുക? സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടെങ്കിൽ. അപ്പൊ ആ രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ തകർക്കാൻ ഒരുപാട് ആളുകൾ തുനിഞ്ഞിറക്കുമ്പോൾ അതിനെ താങ്ങാൻ ഇതേപോലുള്ള 1-2 ആളുകൾ ആ താങ്ങുകൾ വൻ മരങ്ങളാക്കി, വലിയ തൂണുകളാക്കി അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. رحمن رحيم يا الله. വേദങ്ങളെയും മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. വേദങ്ങളുടെ ഒരുമിച്ച് കൂടുതൽ നീ കബൂലാക്കണേ അല്ലാഹ്. നിങ്ങൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, നിന്റെ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കളുടെ മൗലിദ് പാരായണം നടത്തി, വിദ്യാർത്ഥികളായിരിക്കുന്ന രക്ഷിതാക്കൾക്കും നസീഹത്ത് നടത്തി. ഇൽമിന്റെ മജ്‌ലിസാണ് അല്ലാഹ്, സലാത്തിന്റെ മജ്‌ലിസാണ് അല്ലാഹ്, ദിക്റിന്റെ മജ്‌ലിസാണ് അല്ലാഹ്, മൗലിദിന്റെ സദസ്സാണ് അല്ലാഹ്. ന്യൂനതകളെ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഒന്ന് കബൂലാക്കണേ അല്ലാഹ്. നിങ്ങളുടെ മനസ്സകങ്ങളിൽ ഒരുപാട് നൂറുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലാഹുവേ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലാഹുവേ. ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം ഞങ്ങൾ നിന്നോട് ശുക്റുള്ളവരാണ് അല്ലാഹുവേ. നിന്നോട് നന്ദിയുള്ള അടിമകളാണ് അല്ലാഹുവേ. നിന്നെ പേടിച്ച് ജീവിക്കുന്നവരാണ് അല്ലാഹ്. നിന്നെ
തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവരല്ല അല്ലാ. ഞങ്ങൾക്ക് നിന്നെ പേടിയാണ് അല്ലാ. ഞങ്ങളെ നീ എന്നെ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള പ്രശ്നങ്ങളെയും ഞങ്ങളുടെ പ്രയാസങ്ങളെയും ഞങ്ങളുടെ രോഗങ്ങളെയും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും ഞങ്ങൾക്ക് നീ ഒന്ന് മാറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഒന്ന് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഖുർആനിൽ പഠിപ്പിച്ച സലീമായ ഖൽബിന്റെ ഉടമകളാക്കണേ അല്ലാ. അല്ലാഹുവേ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും പ്രയാസപ്പെടുത്താത്ത വാക്കും നോട്ടവും പ്രവൃത്തിയും ജീവിതവുമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കാരണമായി ദുനിയാവിലൊരാൾക്കും ഒരു പ്രയാസവും നൽകരുകയല്ലാ. അല്ലാഹുവേ, ആരെയും കാണിക്കാനല്ല, ആരെയും കേൾപ്പിക്കാനല്ല. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരുടെയും ഖൽബുകളെല്ലാം ഒരുപോലെ ചിന്തിച്ച് ഒരുപോലെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാ. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള ജീവിതം, ഇനി ഞങ്ങൾക്കുള്ള ജീവിതം നിന്റെ താഴത്തിലായി, നിന്റെ ഇഷ്ടത്തിലായി, നിന്റെ മഹാന്മാരുടെ നോട്ടത്തിലായി ജീവിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സന്തോഷവാന്മാരാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൃപ്തിയാണ് അല്ലാ. നീ ഞങ്ങളെ ഉടമയാണ് അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളാണല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് എന്ത് തന്നാലും അല്ലാഹുവേ ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് തൃപ്തിയാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം നൽകണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഭാര്യ സന്താനങ്ങളെ നല്ല രൂപത്തിൽ പോറ്റാൻ മതിയാകുന്നത് മതി ഞങ്ങൾക്ക് അല്ലാ. അത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, അതിനു വേണ്ടി മറ്റൊരാളൊക്കെ മുന്നിൽ കൈ നീട്ടേണ്ട സാഹചര്യത്തിൽ ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അല്ലാഹുവേ. എല്ലാം നിന്റെ ദീനിന് വേണ്ടിയാണ് അല്ലാഹുവേ. എല്ലാം ഞങ്ങൾക്ക് നല്ലതിനാണ് അല്ലാഹുവേ. നീ വെറുക്കുന്നതൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല അല്ലാ. ഞങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈറായത് നീ നൽകണേ അല്ലാ. ഖൈറായത് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, സാഹചര്യങ്ങളിൽപ്പെട്ട് അല്ലാഹുവേ, ചില സാഹചര്യങ്ങളിൽപ്പെട്ട് അല്ലാഹുവേ തെറ്റുകൾ സംഭവിച്ചിരിക്കാം, സംഭവിച്ചവരാണ്. നീ ഞങ്ങൾക്കൊന്ന് പൊറുക്കണേ അല്ലാ. നീ ഒന്ന് പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഒന്ന് അഫ്വാക്കണേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് ആരും വേണ്ട അല്ലാ. നീ തള്ളിക്കഴിഞ്ഞാൽ ആരും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലല്ലോ അല്ലാ. നീ ഞങ്ങളെ ഒന്ന് പിടിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഔലിയാക്കള് സാലിഹീങ്ങള് അവിടുത്തെ കൊടുത്തവും പൊരുത്തവും അല്ലാഹുവേ മദദും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും സംരംഭങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ അക്കാദമിയുമായുള്ള പ്രവർത്തനങ്ങളിലും അല്ലാഹുവേ അവിടത്തൊക്കെ നോട്ടവും നൽകണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ളത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷത്തിലും സമാധാനത്തിലും ഞങ്ങളുടെ മക്കളെ പോറ്റി സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഞങ്ങളുടെ കുടുംബത്തിലും വീട്ടിലും ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളെ തമ്മിൽ ഒരു പ്രശ്നവും നൽകരുതേ അല്ലാ. ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളും തമ്മിൽ പ്രയാസം നൽകരുതേ അല്ലാ. ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങൾ ഇടപെടുന്ന സ്ഥലങ്ങളിലും വിദ്വേഷങ്ങൾ നൽകരുതേ അല്ലാ. അല്ലാഹുവേ യോജിപ്പ് നൽകണേ അല്ലാ. യോജിപ്പ് നൽകണേ അല്ലാ. മഹബ്ബത്ത് അധികരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകൾ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ അക്കാദമിയിലെ വിദ്യാർത്ഥികളെ നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും ഹാഫിളുകളും ഹാഫിളത്തുകളുമാക്കണേ അല്ലാ. അല്ലാഹുവേ പ്രായം ചെന്ന ഉമ്മമാരടക്കം 55 വയസ്സുള്ള ഉമ്മയടക്കം പഠിക്കുന്ന ഞങ്ങളുടെ പഠിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. എത്രയോ ആഗ്രഹിച്ച് അല്ലാഹുവേ പ്രതീക്ഷിച്ച് പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിനെ നെഞ്ചേറ്റാൻ ആഗ്രഹിച്ച് നമ്മുടെ അക്കാദമിയിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നവരാണ്. അല്ലാഹുവേ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഉദ്ദേശം നീ സഫലമാക്കണേ അല്ലാ. ഇടക്ക് വെച്ചൊഴിഞ്ഞു പോകേണ്ട, ഇടച്ചു വെച്ച് പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യവും അവസ്ഥയും നൽകരുതേ അല്ലാ. അല്ലാഹുവിൻ ഖുർആനിനെ അതിന്റെ മഹത്വത്തോട് അതിന്റെ പൂർച്ചയോട് ഞങ്ങൾക്ക് ഖൽബേറ്റാൻ നെഞ്ചേറ്റാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകളുണ്ട് അല്ലാ. അല്ലാഹുവേ സൗന്ദര്യതീരം വാട്സ്ആപ്പ് കൂട്ടായ്മയിലുള്ളവരും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ അവരുടെ മനസ്സിലുള്ള ഏത് മുറാദുകളുണ്ടോ നീ ഹാസിലാക്കണേ അല്ലാ. ബിലാനൗലും പാപ്പാനെ കൊണ്ടേറ്റെടുത്ത് ഒരുപാട് ശുഹദാക്കളെ കൊണ്ടേറ്റെടുത്ത് അസ്ഹാബുൽ ബദറിനെ കൊണ്ടേറ്റെടുത്ത അല്ലാഹുവേ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിന്റെ പൂർച്ച കൊണ്ട് നീ അവരുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ രോഗം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരെ അല്ലാഹുവേ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെ ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്നവരെ അല്ലാഹുവേ നീ ശമനം നൽകണേ അല്ലാ. നീ ശമനം നൽകണേ അല്ലാ. പരിപൂർണമായിരിക്കുന്ന ആജിലായ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ വീട് പണി നടക്കുന്നവരെ വീടിന് സ്ഥലം ലഭിക്കാൻ വേണ്ടി, വഴി ലഭിക്കാൻ വേണ്ടി, ജോലി ലഭിക്കാൻ വേണ്ടി, വരുമാനം വർദ്ധിക്കാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവര്, വീട്ടിൽ സ്വസ്ഥതയില്ലാത്തവര്, സമാധാനമില്ലാത്തവര് അല്ലാഹുവേ ഇന്നലെ അടക്കം ഞങ്ങൾ ചെയ്ത ആ കർമ്മങ്ങൾ ചെയ്തു വെച്ച ആളുകള് അല്ലാഹുവേ അവരുടെ പിരിഞ്ഞുപോയ അല്ലാഹുവേ വിട്ടുപോയ ഭർത്താവിനെ അവരിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവർക്ക് നീ തിരിച്ചു വരാനുള്ള മനസ്സ് നൽകണേ അല്ലാ. തിരിച്ചു വരാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട ആവശ്യം അല്ലാഹുവേ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ജീവിതത്തിൽ ഇതുവരെ സുഖമെന്നറിയാത്ത, സമാധാനമെന്നറിയാത്ത, പ്രയാസപ്പെട്ടവർക്കും അവരുടെ മക്കൾക്കും വേണ്ടി ജീവിച്ച അവരുടെ കണ്ണുനീര് നീ മായ്ക്കണേ അല്ലാ. അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അതുപോലെ 100 പ്രശ്നങ്ങള്, തീരുന്ന പ്രയാസങ്ങള് നീ പരിഹാരം നൽകണേ അല്ലാ. നീ പരിഹാരം നൽകണേ അല്ലാ. അല്ലാഹുവേ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സങ്കടപ്പെടേണ്ട ഖൽബ് നീ തന്നിട്ടില്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നീ നൽകരുതേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങള് നീ നൽകി പരീക്ഷിക്കരുതേ അല്ലാ. ഈ രൂപത്തിലൊരു നല്ല സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പൂർണ്ണമായിരിക്കുന്ന തൃപ്തിയും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ സാഹചര്യങ്ങളിൽപ്പെട്ട് ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളും കുറവുകളും ഞങ്ങൾക്ക് നീ ആഫിയാക്കണേ അല്ലാ. ആഫിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകൾക്കും ഞങ്ങളുടെ കുറവുകൾക്കും ഞങ്ങളുടെ എല്ലാത്തിനും ഞങ്ങളാണ് കാരണക്കാരൻ, ഞങ്ങളാണ് കാരണക്കാരൻ. ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ഞങ്ങളുടെ കൽബും ഞങ്ങളുടെ നാക്കും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ കണ്ണും ഞങ്ങളുടെ കാതും ഞങ്ങൾക്ക് നീ ഒന്ന് സന്മാർഗത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അല്ലാഹുവേ പ്രത്യേകിച്ച് ഹുസൈനായ ഹാജിപ്പ അല്ലാഹുവേ അവരുടെ മനസ്സിലുള്ള ഏത് ഉദ്ദേശമുണ്ടോ അല്ലാഹുവേ നീ സഫലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഉപ്പ ഖബറിലാണ് അല്ലാഹുവേ നീ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരുടെ ഉമ്മ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആ ഉമ്മയോടൊത്ത് ഒരുപാട് കാലം സ്നേഹത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവേ ഐക്യത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ മക്കളൊക്കെ നീ നന്നാക്കണേ അല്ലാഹ്. അവരുടെ മക്കളൊക്കെ നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബത്തിൽ നീ വലിയ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളെയും ഞങ്ങളുടെ മക്കളെയും സുന്നിയാശയത്തിൽ നിന്ന് ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വലിയ മുസീബത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിന്റെയും നിന്റെ ഹബീബായ തങ്ങളെയും നിന്റെ ഔലിയാക്കളെയും സാലിഹീങ്ങളെയും പിൻപറ്റി സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന സുന്നികളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന പുത്തനാശയങ്ങളിലും മറ്റും ഞങ്ങളെയും അവരെയും അവരുടെ പരമ്പരകളെയും ഞങ്ങളുടെ പരമ്പരകളെയും നീ പരീക്ഷിക്കരുത് അല്ലാഹ്. അവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഒരു അപകടങ്ങളിലും പെടുത്തരുതേ അല്ലാഹ്. ഒരു പ്രയാസങ്ങളിലും പെടുത്തരുതേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടിലും പെടുത്തരുതേ അല്ലാഹ്. അല്ലാഹുവേ മഴ വർഷിക്കുന്നു അല്ലാഹുവേ വലിയ രൂപത്തിൽ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ശിശുപരമ്പരകളെയും നിന്റെ കാവലിലാക്കണേ അല്ലാഹ്. നിന്റെ കാവലിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കാരുണ്യമായി സഹകരിച്ച് സന്തോഷിച്ചതിനെ സഹായിക്കുന്ന ആളുകളാണ് അല്ലാഹുവേ. പ്രത്യേകിച്ച് ഹാജിപ്പ അതുപോലെ തന്നെ മുസ്തഫ ഹാജി അതുപോലെ മുർത്താല അലിക്കുട്ടി ഹാജി ഇതുപോലെ ഒരുപാട് ആളുകൾ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത വ്യക്തിത്വങ്ങൾ ഒരുപാട് 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 അല്ലാഹുവേ ദുനിയാവിലും നാളെ ആഖിറത്തിലും അവരെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഹബീബായ തങ്ങളുടെ ജിമാറിലായി നാളെ അസ്ഹാബുൽ ബദറിന്റെ പിന്നിലായി അല്ലാഹുവേ മിനാൻ ഔലിയാപ്പാന്റെ പിന്നില് അല്ലാഹുവേ ഒരുപാട് ശുഹദാക്കളുടെ പിന്നില് അവരുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിന് ഞങ്ങൾക്ക് കുറവുള്ള എന്തുണ്ടോ അല്ലാഹുവേ അതിന് ഞങ്ങൾക്ക് ലഭിക്കാത്ത എന്തുണ്ടോ അല്ലാഹുവേ ആ തിന്മയും ആ കുറവും ഞങ്ങളിൽ നിന്ന് മാറ്റി ഞങ്ങളെ നീ ഒന്ന് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി നൽകുന്ന കൈകൾക്ക് നീ കരുത്ത് നൽകണേ അല്ലാഹ്. നീ കരുത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ മനസ്സിലുള്ള മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ശരീരത്തിന് നീ പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഒരു രോഗവും നൽകരുതേ അല്ലാഹ്. രോഗങ്ങളുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആനെ നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങൾക്ക് നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നു മക്കളുടെ പൂമുഖം അല്ലാഹുവേ കൂടുതൽ കാലം സന്തോഷത്തോടെ കണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്കാർക്കും നീ രോഗങ്ങൾ നൽകരുതേ അല്ലാഹ്. പ്രയാസങ്ങൾ നൽകരുതേ അല്ലാഹ്. ഒരു അപകടങ്ങളിലും പെടുത്തരുതേ അല്ലാഹ്. ഒരു പ്രയാസത്തിലും പെടുത്തരുതേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയും ഭാര്യ മക്കളെയും കണ്ണീരിലായിരിക്കുന്ന രൂപത്തിൽ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കരുതേ അല്ലാഹ്. റൂഹിനെ നീ പിടിക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ നിങ്ങൾക്കൊക്കെ കൂടുതൽ കാലം സന്തോഷത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ മരണപ്പെട്ടവര് അല്ലാഹുവേ പ്രത്യേകിച്ച് ഇർഫാന്റെ ഉപ്പ അതുപോലെ ഫയാസിന്റെ ഉപ്പ അദ്നാന്റെ ഉപ്പ മുസഫിറിന്റെ ഉപ്പ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളൊക്കെ സന്തോഷിക്കുമ്പോ അല്ലാഹുവേ അവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ആ മക്കൾക്ക് നീ തണലാകണേ അല്ലാഹ്. ആ മക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ആ മക്കളെ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്.
സന്തോഷമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാഹ്. ഉമ്മയില്ലാത്ത അവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. നീ പരിഹാരം നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ തേടുന്നത് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹുവേ. നീ ഞങ്ങളെ സമാധാനിപ്പിച്ചിട്ടുണ്ട്, നീ ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ തേടിയത് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹുവേ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നീയല്ലാതെ നൽകുന്നവനില്ല അല്ലാഹുവേ, നീയല്ലാതെ തടയുന്നവനില്ല. നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളെ സഹായിക്കുന്നവര് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളോട് ദേഷ്യമുള്ളവര് വിദ്വേഷമുള്ളവര് ഞങ്ങൾക്കും ഇവർക്കും ഇടയിൽ വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. അതിനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിനേക്കാൾ കൂടുതൽ നിന്നോട് എനിക്കെന്റെ മനസ്സിലൊരു മുറാദില്ല, എനിക്കെന്റെ മനസ്സിലൊരു ഉദ്ദേശമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ, ഞങ്ങൾക്ക് ഇരിക്കാൻ, ഞങ്ങൾക്ക് നല്ല വിശാലമായി സംസാരിക്കാൻ, നിന്റെ ദിക്റുകളെ ചൊല്ലാൻ, ഓർക്കാൻ, ഞങ്ങൾക്ക് പറയാൻ മതിയാകുന്നൊരു സംരംഭം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള വഴിയും മുതലും നീ ഒന്ന് എളുപ്പമാക്കണേ അല്ലാഹ്. നീ ഒന്ന് എളുപ്പമാക്കണേ അല്ലാഹ്. അതിനെ തകർക്കാൻ, അതിനെ ഞങ്ങളിൽ നിന്ന് പറിച്ചെറിയാൻ ശ്രമിക്കുന്നവരുടെ ഹൃദയത്തിൽ ഇതിന്റെ സത്യം നീ എത്തിക്കണേ അല്ലാഹ്. ഇതിന്റെ നൂറ് നീ എത്തിക്കണേ അല്ലാഹ്. ഇതിന്റെ പ്രകാശം നീ എത്തിക്കണേ അല്ലാഹ്. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا